ഇവിടെ കൃത്യമായി ജോലി ചെയ്യുന്ന ചുരുക്കം പേരിൽ ഒരാൾ നീയാ. കാലത്ത് വന്ന വൈകുന്നേരത്തിനുള്ളിൽ അന്നത്തെ ജോലി മുഴുവൻ ചെയ്തു തീർക്കും. മറ്റുള്ളവരെ പോലെ പരദൂഷണം പറച്ചിലില്ല, അവിടെ എവിടെയും വായി നോക്കിയെന്ന് സമയം കളയില്ല. ആ നീ ഇപ്പൊ ആകെ മാറിപ്പോയി. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നു. എന്നെ പോലും നീ പഠിപ്പിക്കാൻ വരുന്നു. ഈ പോക്ക് നിനക്ക് ആപത്ത് വരുത്തും ജയന്തി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒപ്പിട്. സൗന്ദര്യ കാലത്ത് വീട്ടിൽ നിന്നിറങ്ങും. സ്ഥിരമായി വരുന്ന ബസ്സിലെ കണ്ടക്ടർക്ക് നിന്നെ പരിചയമുള്ളതുകൊണ്ട് കൃത്യമായി ഇതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കും. എവിടെ പോകുന്നു ഓർമ്മയില്ല, എന്തിനു പോകണമെന്നും ഓർമ്മയില്ല. പക്ഷേ ശമ്പളം വാങ്ങുന്ന കാര്യത്തില് ഒരു മറവിയില്ല അല്ലേ? നിന്നെ ഇവിടെ നിലനിർത്തിയിട്ട് കമ്പനിക്ക് ഒരു ഗുണമില്ല. എത്ര കാശ് സംഭാവനയായിട്ട് കൊടുക്കുന്നു, അങ്ങനെ കണക്കാക്കിയിട്ടാ നിനക്ക് ഞാൻ ശമ്പളം തരണത്. ഒപ്പിട്ട് പോ. എടാ രഘു, ഇവിളുമാരോടൊക്കെ തൊണ്ടയിട്ട് അടിച്ചിട്ട് നല്ല തലവേദന. കടുപ്പത്തിലൊരു ചായ കുടിച്ച അത് മാറും. എനിക്ക് നല്ല ചായ ഇടാൻ അറിയില്ലല്ലോ സാർ. നല്ല ചായ ഇടാൻ അറിയുന്നവള് ഇവിടെ ഉണ്ടല്ലോടാ. സാറിന് കടുപ്പത്തിലൊരു ചായ വേണം, പോയി കൊണ്ടുവാ. രണ്ടെണ്ണവും ചേർന്ന് അവളോട് പക പോക്കോ. എന്റെ കൈ ധരിച്ചു വരുന്നുണ്ട്. അവരെന്തെങ്കിലും കാണിക്കട്ടെ, നീ വഴക്കിനൊന്നും പോണ്ട. പറഞ്ഞു കേട്ടില്ലേ? പോയി ചായ ഇട്ടുണ്ടോ അടി. ചെല്ലേ, നല്ല കടുപ്പം വേണം. കൊണ്ടുവരാ സർ. സർ, ശമ്പളം വാങ്ങിട്ട് ചായ ഇട്ട് തന്നാ പോരെ? ആദ്യം പോയി പണിയെടുക്കടി. പോടി പോ. അവിടെ വാ പൊളിച്ചിരിക്കാതെ വന്ന് ശമ്പളം വാങ്ങും. ഒപ്പിട്. സർ, ചായ. ഇതാണോ ചായ? അവിടെയുള്ള തേയില മുഴുവൻ മാറിയിട്ടുണ്ടല്ലോ, കഷായം പോലെ ഇരിക്കുന്നു. ഹലോ. ഒന്നുമില്ല, ഇന്നേ ശമ്പളം കൊടുക്കുന്ന ദിവസമല്ലേ. ഇവിടുന്ന് ഇറങ്ങുമ്പോ കുറച്ച് വൈകും, അത് പറയാൻ വിളിച്ചതാ. ആടാ ജയിച്ചില്ല, കുറച്ച് ദിവസമായിട്ട് നിന്റെ ഒരു വിവരമില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. സർ, ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. നിന്റെ ഒരു ശമ്പളം പറയുന്ന കേട്ടതൊന്ന് കൊട്ടക്കണക്കിലുണ്ടെന്ന്. കൊണ്ടുപോ, എടുത്തിട്ട് പോകോ.